എന്താ ചോദിച്ചത്? ഞാനൊന്നും ചോദിച്ചില്ലല്ലോ. പറയാനുള്ള ആഗ്രഹം കൊണ്ട് എനിക്ക് തോന്നിയതാവും. കഴിഞ്ഞ ദിവസം ലേഖ എന്റെ ഭാര്യയെ കുറിച്ച് ചോദിച്ചില്ലേ? പറയണോ വേണ്ടയോ എന്ന് ഞാൻ ആലോചിച്ചു. പിന്നീട് തോന്നി നിന്നോട് പറയുന്നത് ഒരു ആശ്വാസമായിരിക്കും. സത്യം പറഞ്ഞാൽ അകലങ്ങളിൽ ഔട്ട്ഡോർ പോകുന്നതാണ് എനിക്കിഷ്ടം. വീട്ടിൽ നിന്നും അകന്നു നിൽക്കാൻ കഴിയുമല്ലോ. വീടിനോട് അത്രയ്ക്ക് വെറുപ്പാണോ? സ്നേഹം തോന്നേണ്ട കാര്യങ്ങളൊന്നും അവിടില്ല. മകൻ ബാംഗ്ലൂരിൽ പഠിക്കുന്നു. അവൾ വീട്ടിലുള്ളതും ഇല്ലാത്തതും ഒരുപോലെയാണ്. പകൽ തമ്മിൽ കാണുന്നതിന് ഒരു അത്ഭുതമാണ്. രാത്രിയിൽ ബെഡ്റൂമിൽ ഉറങ്ങിക്കിടക്കുന്നത് കാണാറുണ്ട്. അതെന്താ അങ്ങനെ? ഒരു കലാകാരനെ മനസ്സിലാക്കാനുള്ള സന്മനസ് അവൾക്കില്ല. ഞാനൊരു കൺസർവേറ്റീവ് ഫാമിലിയിൽ ജനിച്ച ഒരുതരം റിബലായിരുന്നു. ഞാനൊരു കോംപ്രമൈസ് ചെയ്തതാണ് ഈ കല്യാണം. അതായത് അച്ഛന്റെയും അമ്മയുടെയും വാക്കനുസരിച്ചു എന്നർത്ഥം. ലേഖയ്ക്ക് ഏതാണ്ട് ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ. സാറിന്റെ പടങ്ങളൊന്നും അവർ കാണാറില്ലേ? സിനിമ കാണുന്നത് തന്നെ ഒരുതരം പാപമാണെന്നാണ് അവൾ കരുതുന്നത്. ഈ പേരും പെരുമയും അവാർഡും ഒക്കെ എന്തിനാണെന്ന് അവൾ കൂടെ കൂടെ ചോദിക്കാറുണ്ട്. ഞാനെന്ത് മറുപടി പറയും? പിന്നെ എന്റെ സിനിമയിൽ അഭിനയിക്കുന്ന സ്ത്രീകളൊക്കെ അവൾക്ക് പകരമാണെന്നാണ് അവളുടെ ധാരണ. അവൾക്ക് വേണ്ടി എന്റെ കലാജീവിതം ഞാൻ ഉപേക്ഷിക്കണം. പറയൂ പറയൂ. എനിക്കറിയില്ല. ഇവന്റെ ഭാര്യയാണല്ലേ? ഇവനെ വിശ്വസിക്കരുത്. ഒരിക്കൽ ഞാൻ ഇവന്റെ കൂടെ ഭാര്യയെ പോലെ കഴിഞ്ഞവളാ. നമുക്ക് പോവാം. എന്റെ ജീവിതത്തിൽ എന്തോ ചെയ്തെന്നൊരു തോന്നൽ എനിക്കിപ്പോഴാണ് ഉണ്ടായത്. ഇവിടം വിട്ട് അല്ല, അങ്ങേ വിട്ടു പോകാൻ എനിക്ക് മനസ്സ് വരുന്നില്ല. ലേഖ, ഇതൊരു പിരിയലായി കരുതണ്ട. നാം ഇനിയും കണ്ടുമുട്ടു. അതാണ് ഡെസ്റ്റിനി എന്ന് തോന്നുന്നു. മുമ്പൊരിക്കലും ഒരു നദിയോടും എനിക്കിങ്ങനെ ഒരു വികാരം തോന്നിയിട്ടില്ല. ലേഖ പൊയ്ക്കോളൂ. ഞാൻ മദ്രാസിലെത്താൻ ഇനിയും 2 ദിവസം വൈകും. എത്തിയാലുടൻ ഫോൺ ചെയ്യാം. വി വിൽ മീറ്റ് ഓൾസോ. റൈറ്റ്? പോവുകയാണല്ലേ? അതെ, വരട്ടെ. ഞാൻ നാളെ മദ്രാസിലെത്തും. ഒരു ദിവസം ലേഖയുടെ വീട്ടിൽ വരാം. നടക്കട്ടെ? മദ്രാസിൽ വന്നിട്ട് കാണാം. ശരി, കാണാം. ശരി. വണ്ടി വരും. ഈ പടം ഒന്ന് റിലീസായി കഴിഞ്ഞാൽ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ താരം ആരാ? നമ്മളെ ശാന്തമ്മ. ലേഖ എന്ന് പറയടാ. അവന്റെ ഒരു കാന്തമ്മ. അത് തന്നെ ലേഖ. പക്ഷെ അതൊന്നും അവളുടെ കഴിവല്ല. പിന്നെ ആരുടെ കഴിവാ? ഡയറക്ടർ സുരേഷ് ബാബുവിന്റെ കഴിവാണ്. എന്താ ചേച്ചി, പുള്ളിക്കാരൻ ഡയറക്ട് ചെയ്യുന്നൊന്ന് കാണേണ്ട കാഴ്ചയാ. ഈ ഇരിക്കുന്ന നമ്മുടെ അമ്മയില്ലേ, പുള്ളിക്കാരന്റെ കയ്യിലോട്ട് കൊടുത്താൽ ഒറ്റ ആഴ്ചക്കുള്ളിൽ 1-ാം തരം ഒരു നടിയാക്കി തിരിച്ചു തരും. അപാര കഴിവ്. എന്നാ പിന്നെ നീ എന്നെ കൂടെ കൊണ്ടുപോടാ ദുഷ്ട. കണ്ടോ വയസ്സായിട്ട് താരമാകാനുള്ള ഒരു കൊതി. ഈ പടം ഒന്ന് പുറത്ത് വന്നോട്ടെ. അവളുടെ തുക ഞാൻ 50,000 ആക്കും. അവിടെ നിന്ന് മേലോട്ട് പോയാൽ മതി, താഴോട്ട് വരരുത്. ഓരോ പടത്തിലും ഞാൻ തുക കൂട്ടിക്കൊണ്ടേയിരിക്കും. എന്നിട്ട് ഈ മദ്രാസിൽ ഞാനൊരു വീട് വയ്ക്കും. കൊട്ടാരം പോലൊരു വീട് വയ്ക്കണം. ஹலோ. வந்திருக்கு. பாம்பேல இருந்து ஒரு நல்ல பார்ட்டி. ஹிந்தி படம் எடுக்கிறவங்க பழக்கப்படுத்திட்டா உனக்கு பிரயோஜனப்படும். லேகாவை கூப்பிடு, நான் பேசுறேன். മോളെ രാമയ്യനാ ഫോണിൽ. ഹലോ. മേലാൽ രാമയ്യൻ ഇതിനു വേണ്ടി ഇങ്ങോട്ട് വിളിക്കരുത്. ഇതിവിടെ അവസാനിച്ചിരിക്കുന്നു.
And the award for the Best Actress of the Year goes to Kumari Lekha for her performance in the Malayalam film Oru Veshiyode Katha. Congratulations. Thank you. How are you? Fine. How are you? അമ്മേ, ഇതാണ് മിസ്റ്റർ കൃഷ്ണദാസ്. ആഹാ, മനസ്സിലായി. You know what he is. എല്ലാം കൂടെ എങ്ങനെ ഭയങ്കര പ്രോബ്ലം ആയിട്ട് വാങ്ങി. ഹലോ നളിനി, ഹായ്. ഇറങ്ങുന്നില്ലേ? നേരം വളരെ ഇരുട്ടി, ഇനി ഒരിക്കല. ലേഖേ, ഐ ഫീൽ വണ്ടർഫുൾ. ഒരിക്കലും എനിക്കിങ്ങനെ തോന്നിയിട്ടില്ല. നമുക്ക് എവിടെയെങ്കിലും പോകാം. പോകാം. എവിടെ? എവിടെയും. അമ്മയോട് ചോദിക്കണ്ടേ? ചോദിക്കണോ? ചോദിച്ചിട്ട് വരാം. ഇപ്പൊ വേണ്ട. ഇറ്റ് ഈസ് ടു ലേറ്റ്. ഇനി ഒരിക്കലാകാം. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഞാൻ ഫോൺ ചെയ്യാം, അല്ലെങ്കിൽ നീ വിളിക്കും. ശരി. 25,000 ரூபாய். இதுக்கு மேல நான் எந்த ஹீரோயினுக்கு கொடுத்ததில்ல. അതൊക്കെ പണ്ടായിരുന്നു ചെട്ടിയാർ സാറേ. 50,000 കുറഞ്ഞ് ഞങ്ങളിപ്പോ വാങ്ങുന്നില്ല. 50,000 ரொம்ப ஜாஸ்தியா நாம போலாம். கருங்க சார். சரிமா 30. 50 കുറയില്ല. വെറുതെ അതും പറയണ്ട. போகலாம் சார். உட்காருங்க சார். 40. ചെട്ടിയാർ സാറിന്റെ കളിയാക്കാണോ? അവാർഡ് കിട്ടിയെന്ന് അറിഞ്ഞത് മുതൽ തെലുങ്കാരും ഹിന്ദിക്കാരും ഇവിടെ വട്ടവട്ടം നടക്കുകയാണ്. നിങ്ങൾക്ക് കോഷിട്ട് വേണമെങ്കിൽ 50,000 രൂപ കൊടുത്തിട്ട് പോ. ഫുള്ളാ വേണമാ? വേണ്ട വേണ്ട, അഡ്വാൻസ് 15,000 രൂപ.
സൗവർണ്ണ പാത്രത്തിൽ മൂടി വച്ചൊരു ദുഃഖമേ പോരൂ. ഇന്നൊരുഷ്ണപ്രവാഹത്തിൽ നീന്തും സ്വർണ്ണ മത്സ്യമായി ഞാനൊരുങ്ങുന്നു. നഗ്നമാം ശിലാവക്ഷസ്സിൽ വീഴും വർഷബിന്ദു പോൽ ഞാൻ ചിതറുന്നു. വർഷബിന്ദു പോൽ ഞാൻ ചിതറുന്നു. ഇന്നെന്താ ലേറ്റായോ? ഞാൻ ഉറങ്ങാൻ തുടങ്ങിയായിരുന്നു. ഷൂട്ടിംഗ് 2 മണിക്കൂർ എക്സ്റ്റെൻഡ് ചെയ്തു. ഉറങ്ങിക്കാണുമോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. വെറുതെ ഒന്ന് വിളിച്ചു നോക്കിയതാ. വിശേഷിച്ച കാര്യമൊന്നുമില്ല. ദിവസവും ആ ശബ്ദം ഒന്ന് കേട്ടില്ലെങ്കിൽ എന്തോ പോലെയാ. ആ അതിരിക്കട്ടെ, കഥ ശരിയായോ? ഒന്നും ശരിയായിട്ടില്ല. അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം കഥാപാത്രത്തിന് പറ്റിയ നടിയെ തേടുകയായിരുന്നു ഞാൻ. അപ്പൊ നിന്നെ കിട്ടി. ഇപ്പോ നിനക്ക് പറ്റിയ കഥാപാത്രത്തെ തേടുകയാണ് ഞാൻ. കഥ എന്തായാലും കൊള്ളാം. ഇപ്രാവശ്യത്തെ ലൊക്കേഷൻ വളരെ അകലെ എവിടെയെങ്കിലും ആയിരിക്കണം. കാശ്മീർ മതി കേട്ടോ, നല്ല രസമായിരിക്കും. ആദ്യം കഥ കണ്ടുപിടിക്കട്ടെ, ലൊക്കേഷൻ പിന്നീട് തീരുമാനിക്കാം. ഞാൻ എപ്പോഴും എക്സോട്ടിക് പ്ലേസസിലേ പോകാറുള്ളൂ എന്ന് നിനക്കറിയില്ലേ? എവിടെയായാലും ഒന്ന് വേഗം വേണം. ഒന്ന് അടുത്തിരുന്ന് സംസാരിക്കാൻ കൊതിയായി. ഇപ്പോഴോ? ഞാൻ റെഡി. ഓക്കെ, ഗുഡ് നൈറ്റ്. ആരോ വന്നിരിക്കുന്നു. ആരാന്ന് ചോദിച്ചില്ലേ? കണ്ടിട്ടൊരു പ്രൊഡ്യൂസറാണെന്നാ തോന്നുന്നത്. ഇത്തിരി ആരും അവിടെ ഇരിക്കട്ടെ. കൃഷ്ണദാസ് ആയിരുന്നോ? പിന്നെന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അങ്ങനെ വിശേഷമൊന്നുമില്ല. എല്ലാവരും ഒന്ന് കാണാന്ന് കരുതി ഇറങ്ങിയതാ. മോൾക്ക് 7:30 കോൾ ഷീറ്റ്. അവൾ രാവിലെ പോയി. ഗോമതി അമ്മേ, കുടിക്കാൻ എന്തെങ്കിലും കൊണ്ടുവരൂ. പടങ്ങളൊക്കെ ഉണ്ടോ? 2-3 ഉണ്ട്. ചുരുക്കി പറഞ്ഞാൽ ജീവിക്കാനുള്ള പണം കിട്ടുന്നുണ്ട്. ഞാൻ സിനിമയിൽ അഭിനയിക്കുന്നത് പണത്തിന് വേണ്ടിയൊന്നുമല്ല. 1 വർഷം കൂടെ കഴിഞ്ഞാൽ ഒരു പ്രൊഡക്ഷൻ തുടങ്ങാനാണ് പരിപാടി. അതിനുമുമ്പ് ഫീൽഡുമായിട്ടൊന്ന് പരിചയപ്പെടാമെന്ന് കരുതി, അത്രേ ഉള്ളൂ. പ്രൊഡക്ഷൻ തുടങ്ങാൻ ആരെങ്കിലും സഹായിക്കുമോ? അതോ ആരുടെയും സഹായമൊന്നും വേണ്ട. അതിനൊക്കെയുള്ളതൊക്കെ എന്റെ വീട്ടിലുണ്ട്. 1-2 ബസ് സർവീസും കുറെ റബ്ബർ എസ്റ്റേറ്റും ഒക്കെ ഉണ്ട്. അത് പറ, അപ്പൊ പിന്നെ പണം പിടിക്കാം. ജ്യൂസ് എടുക്കട്ടെ? ഇപ്പൊ വേണ്ട. കുടിക്കൂ. എന്താ മധുരം പോരെ? മധുരമൊക്കെ ഉണ്ട്. ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത് ഒരു പ്രത്യേക കാര്യം പറയാനാണ്. വെറുതെ വരില്ലെന്ന കാര്യം തീർച്ച. കുറെ നാളുകളായി ഞാൻ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. എനിക്ക് ലേഖയെ വിവാഹം ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. അവളുടെ കല്യാണക്കാര്യം ആലോചനയിൽ പോലും വന്നിട്ടില്ല. ഉടനെ വേണമെന്നല്ല, തീരുമാനം എന്ന് പറഞ്ഞാൽ മതി. അവൾക്കിപ്പോ ധാരാളം പടങ്ങളുള്ള സമയമാണ്. കല്യാണം നിശ്ചയിച്ചെന്ന് പത്രത്തിലൊക്കെ വന്നാൽ പടങ്ങൾ കുറയും. കല്യാണം കഴിഞ്ഞാൽ പിന്നെ നോക്കാൻ വേണ്ട. കല്യാണം കഴിക്കാതെ നിന്നാൽ എല്ലാവരുടെയും സ്വന്തമാണെന്ന് തോന്നിക്കൊള്ളും. അല്ല, ഞാൻ ഈ വിവരം പുറത്താരോടും പറയത്തൊന്നുമില്ല. വളരെ രഹസ്യമായിട്ട് സൂക്ഷിച്ചോളാം. അത് പിന്നെ കാറ് വന്നു. എനിക്കൊന്ന് വെളിയിൽ പോണം. ഇത് നമുക്ക് പിന്നീട് ഒരിക്കൽ ആലോചിക്കാം. ക്ഷമിക്കണം, ഇനി ഇതിനെപ്പറ്റി സംസാരിക്കണ്ട. എന്നെ ഇഷ്ടമില്ലാത്തോണ്ടാണോ? എനിക്ക് കൃഷ്ണദാസിനെ ഇഷ്ടമാണ്. പക്ഷെ വിവാഹം വേണ്ട. നമുക്കിങ്ങനെ നല്ല സുഹൃത്തുക്കളായി കഴിഞ്ഞാൽ മതി. എന്നൊന്നും തോന്നരുത്. നീ എന്തിനാ ഒക്കെയല്ലെന്ന് തീർത്ത് പറയാൻ പോയത്?
അവൻ എത്ര വേണമെങ്കിലും കാത്തു നിൽക്കാമെന്ന് പറഞ്ഞതല്ലേ? നടക്കാത്ത കാര്യത്തിന് വേണ്ടി ആ പാവം വെറുതെ കാത്തു നിൽക്കണോ അമ്മേ? നടക്കുമല്ലെന്ന് നിനക്കെങ്ങനെ അറിയാം? 3-4 കൊല്ലം കഴിഞ്ഞ് എനിക്ക് തോന്നിയ കല്യാണം കഴിച്ചു കൊടുക്കും. തോന്നിയില്ലെങ്കിലോ? അതല്ലടി, പണക്കാരൻ പയ്യനല്ലേ, അങ്ങനെ വന്നു പോയി നിന്നോട്ടെ. പോരുന്നത് പോരട്ടെ എന്നായിരിക്കും അമ്മയുടെ പണക്കൊതി. അതല്ല, എന്നായാലും നിനക്കൊരു കല്യാണമൊക്കെ വേണ്ടേ, അതുകൊണ്ടാ. എനിക്ക് കൃഷ്ണദാസിനെ വേണ്ട, തീർന്നില്ലേ? എനിക്ക് വിശക്കുന്നു, കഴിക്കാൻ എന്തെങ്കിലും എടുത്തേക്ക്. ആ മനസ്സിലായി. ആരെ? കൃഷ്ണദാസോ? കൊള്ളാമല്ലോ. ആ എന്നിട്ട് ലേഖ എന്ത് പറഞ്ഞു? അത് വേണ്ടായിരുന്നു, പാവം ഒന്ന് സഹായിക്കാമായിരുന്നില്ലേ? എന്താ ചിരിച്ചത്? ആ അത് പോട്ടെ, ഞാൻ കഥ കണ്ടെത്തിയിരിക്കുന്നു. എ ഗ്രേറ്റ് സ്റ്റോറി. എന്റെ റോൾ എന്താ? അസംതൃപ്തയായ ഭാര്യ, യങ് വൈഫ്. നേരിൽ കാണുമ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാം. ഞാൻ 15th ഇവിടുന്ന് പോകും. എഴുതുന്ന അവിടെ ഇരുന്നാ. ഇവിടുന്ന് ഒരു 10-20 മൈൽ കാണും. എന്താ, പോരുന്നോ? ഓ, എനിക്ക് ഷൂട്ടിംഗ് ഉണ്ടല്ലോ. എന്നാലും ഞാൻ നോക്കട്ടെ, അമ്മയുടെ കാര്യമാ. കമാൺ, നീ പ്രായമായ ഒരു പെണ്ണല്ലേ, ബി ഫ്രീ. കമാൺ, ഈസ് ഫോർ 2 days. നീ വരുന്നത് എനിക്കൊരു ഇൻസ്പിറേഷൻ ആയിരിക്കും. റൈറ്റ്, ഗുഡ് നൈറ്റ്. ഫോൺ എടുത്ത് വെച്ചിട്ടുണ്ട്. നമസ്കാരം വിശാലച്ചമ്മേ. അൻസാരി സാറിന് ഞാൻ ഫോൺ ചെയ്യാൻ ഇരിക്കുകയായിരുന്നു. ആ ഗരുഡ മൂവീസിന്റെ ചെക്ക് മടങ്ങിയല്ലോ. അത് ചെറിയൊരു അബദ്ധം പറ്റിയതാ. ആ പ്രൊഡ്യൂസർക്ക് ഡിസ്ട്രിബ്യൂട്ടർ കൊടുത്ത് ചെക്ക് മടങ്ങി. പ്രൊഡ്യൂസർ ഇപ്പൊ നാട്ടിൽ പോയിരിക്കുക, വീട് വെച്ച് പണം കൊണ്ടുവരാൻ. 2 ദിവസത്തിനകത്തും. ഞാൻ തന്നെ ഇവിടെ കൊണ്ട് ഏൽപ്പിച്ചേക്കാം. പണത്തിന് ഇപ്പോ വളരെ അത്യാവശ്യമുള്ള സമയമാണ്. ഞാനൊരു സ്ഥലം വാങ്ങിച്ചു, ഉടനെ കെട്ടിടം പണി തുടങ്ങണം. ശരി, ആയിക്കോട്ടെ. ആ സഹദേവൻ ഇപ്പോഴും ഇവിടൊക്കെ തന്നെ ഉണ്ടോ? സിനിമയിൽ അഭിനയിക്കാൻ നാട്ടിൽ നിന്ന് വന്നതാ. ഇനി മരണം ഇവിടെ തന്നെ ആയിക്കോട്ടെ. നമസ്തേ, എന്താ രാവിലെ തന്നെ? ഒരു കാര്യമുണ്ട്, ഇന്ന് ഷൂട്ടിംഗ് ഇല്ലേ? ഉണ്ട്, പോണം. നമസ്കാരം ചേട്ടാ. അൻസാരി സാറിനെ ഇങ്ങോട്ടൊന്നും കാണാറില്ലല്ലോ. എന്നെ ഇങ്ങനെ ഒരു പരോപകാരിയായി ദൈവം ശിക്ഷിച്ചു കളഞ്ഞില്ലേ കുട്ടി? പലർക്കും വേണ്ടിയുള്ള ഓട്ടമാണ്. ഇന്ന് ഏതായാലും സ്വന്തം കാര്യത്തിന് എന്നെ വന്നിരിക്കുന്നത്. ആ കേട്ടോ വിശാലാക്ഷമ്മേ, ഞാനും സഹദേവനും കൂടി ഒരു പടം പിടിക്കാൻ അങ്ങ് തീരുമാനിച്ചു. പാർട്ട്ണർഷിപ്പിൽ. തുടങ്ങ്. സിനിമയെന്നും പറഞ്ഞ് മദ്രാസിൽ വന്നിട്ട് വർഷം കുറേയായി. ഇതുവരെ ഒന്നും നേടിയില്ല. പിള്ളേരൊക്കെ പ്രായമായും വരുന്നു. എന്തെങ്കിലും ഒന്ന് കരുതി വെച്ചില്ലെങ്കിൽ കഷ്ടമല്ലേ? ഒരു പടം എടുക്കാൻ നിങ്ങൾക്ക് എന്താ ഇത്ര ബുദ്ധിമുട്ട്? സിനിമയിലുള്ളവരെല്ലാം പരിചയക്കാരില്ലേ? ഇങ്ങനെ ഒരു പരിപാടി ഇട്ടത് തന്നെ അവരെ കൂടെ പറഞ്ഞിട്ടാണ്. എല്ലാവരും അവരവരെ കൊണ്ട് കഴിയുന്ന സഹായം ചെയ്യാമെന്ന് നേരിട്ടുണ്ട്. പറഞ്ഞു ചാടിച്ചിട്ട് മാറിക്കളയാനുള്ള പണിയാണോ? അല്ല, സിനിമയാണേ, എന്തും ചെയ്ത് കളയും. ഞങ്ങളോടൊക്കെ അങ്ങനെ ചെയ്യുമോ? ഇതുവരെ ഗുണമല്ലാതെ ആർക്കും ദോഷം ചെയ്തിട്ടില്ല. വിശാലാക്ഷമ്മ എനിക്ക് ചെയ്യേണ്ട സഹായം എന്താണെന്ന് അറിയാമോ? ഡിസംബർ മാസത്തിൽ ലേഖയുടെ ഒരു 15 ദിവസം കോച്ചിട്ട് എനിക്ക് തരണം. ലേഖയുടെ ഡേറ്റ്സ് വാങ്ങിച്ചു തന്നാൽ ഫൈനാൻസ് ചെയ്യാമെന്ന് ഡിസ്ട്രിബ്യൂട്ടർ സമ്മതിച്ചിട്ടുണ്ട്. അതിനൊരു കുഴപ്പമുണ്ടല്ലോ സാറേ. ഡിസംബറിൽ ഇവൾക്ക് ഡേറ്റ് കാണുമെന്ന് തോന്നുന്നില്ല. പക്ഷെ എന്റെ കാര്യത്തിൽ ഒരു ചെറിയ ഒരു നിവൃത്തിയില്ല സാർ, ഇത് സിനിമയാണ്. അമ്മേ, നീ മിണ്ടണ്ട. ആ സാർ ഇവിടെ ഒന്ന് പറഞ്ഞ നിലയ്ക്ക് ഞാനൊരു സഹായം ചെയ്യാം. 75 രൂപ ഇപ്പോൾ ഇവൾ വാങ്ങിക്കുന്നുണ്ട്. സാറിനായതുകൊണ്ട് ഒരു 10 രൂപ കുറച്ചേക്കാം. 65 രൂപ കിട്ടണം. അതിൽ പകുതി തുക അഡ്വാൻസ് തന്നാൽ കോഷിച്ചു തരാം. വിശാലാക്ഷമ്മ എനിക്ക് സൗജന്യമൊന്നും ചെയ്തു തരണം. 15 ദിവസത്തെ കോൾ ഷീറ്റ് ഒപ്പിട്ട് തരിക. ഞാൻ അതുകൊണ്ടായി കാണിച്ച് രൂപ വാങ്ങിക്കും. നിങ്ങൾ ചോദിച്ച അഡ്വാൻസ് തരുകയും ചെയ്യും. സാറിന് വിരോധമൊന്നും തോന്നരുത്. അഡ്വാൻസ് തന്നിട്ട് കോൾ ഷീറ്റ് ചോദിക്കാം, തരാം. ഇല്ലെങ്കിൽ വെറുതെ സമയം കളയണ്ട. നമുക്ക് പോകാൻ സാർ. വരട്ടേലേക്ക് നന്ദികേടായിപ്പോയി. കാശ് തരുന്നവരോട് മാത്രം നന്ദി കാണിച്ചാൽ മതി. കാശ് കാശ് കാശ്. അയ്യോ, ഇതൊക്കെ ഇത്ര പെട്ടെന്ന് മറന്നുപോയോ? റെഡിയടി, നീ എന്നെ പഠിപ്പിക്കാനൊന്നും വരണ്ട കേട്ടോ. വേഗം റെഡിയായി ഷൂട്ടിങ്ങിന് പോകാൻ നോക്ക്. എനിക്ക് മനസ്സില്ല പോകാൻ. ലേഖേ, മനുഷ്യത്വമില്ലാത്ത ജന്തുക്കൾക്ക് വേണ്ടി ചാപ്പാൽ പാടുപെടാൻ എനിക്ക് മനസ്സില്ല. എടി, നിനക്ക് ഒന്നുകൂടെ പറയാമോ? 100 പ്രാവശ്യം ഞാനിത് പറയും. എനിക്ക് മനസ്സില്ല, പോകാൻ മനസ്സില്ല, മനസ്സില്ല. നീ എന്നെ കൊച്ചു പറയാറായോ? അവളെ ഇന്ന് ഞാൻ